പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഒന്നും നമ്മുടെ നാട്ടിൽ പറ്റൂല. അത് പ്രചരിച്ചതിന് പിന്നാലെ മെറ്റ മേധാവിക്കെതിരെ കേസ്. ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. നേരത്തെയും മോദിയുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ട് മെറ്റയുമായി തർക്കമുണ്ടായിരുന്നു. ആദിൽ പാലോട് ആക്ഷേപഹാസ്യമൊന്നും അങ്ങോട്ട് സഹിക്കുന്നില്ലേ? എന്താണ് ഈ കേസിന് പിന്നിൽ? ആദിൽ പാലോട്. അരുൺകുമാർ, തെലങ്കാനയിലെ രണ്ടുപേർ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിരുന്നു. പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട്, പ്രധാനമന്ത്രിയെ കളിയാക്കിക്കൊണ്ട് വീഡിയോകൾ, ഡീപ് ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസിന് നൽകിയ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെറ്റ ഇന്ത്യയുടെ മേധാവിക്കെതിരെയാണ് ഹൈദരാബാദിലെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ്. നേരത്തെ തന്നെ പലതരത്തിലുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു. മുൻപ് നമുക്കറിയാം, CJP പ്രതിഷേധം അവസാനിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന മുഴുവൻ വീഡിയോകളും നീക്കണം എന്ന് മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ ദില്ലി പോലീസ് നോട്ടീസ് നൽകിയിരുന്നതാണ്. അതനുസരിച്ച് കുറെ അധികം വീഡിയോകൾ നീക്കുകയും ചെയ്തിരുന്നു. വലിയ വിമർശനം അതിനെക്കുറിച്ചുണ്ടായിരുന്നു. ഇപ്പോഴിതാ മോദിക്കെതിരെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്ന കേസിൽ മെറ്റ ഇന്ത്യ മേധാവിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസിന്റേതാണ് കേസ്. വ്യവസായി എസ് അരവിന്ദ് റെഡ്ഡി, BJP നേതാവ് സായ് കിരൺ എന്നിവരാണ് പരാതിക്കാർ. ഇവരുടെ പരാതി അനുസരിച്ച് IT ആക്ട്, BNS വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെയും നടപടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാജ ഡീപ് വീഡിയോകൾ പ്രചരിച്ചതിലാണ് നടപടി എന്നുകൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും മെറ്റ ഇന്ത്യ മേധാവിക്കെതിരെ പ്രധാനമന്ത്രിയുടെ വീഡിയോ പ്രചരിച്ചതിൽ കേസെടുത്തിരിക്കുകയാണ് ഹൈദരാബാദിലെ പോലീസ്. ഏതായാലും BJP-ക്കാരുടെ പരാതിയാണ്. ആ പരാതിന്മേലാണ് നടപടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയെ പരിഹസിച്ചാൽ കേസെടുക്കും എന്നുള്ളതാണോ? എന്താ ചെയ്യല്ലേ? സറ്റേറിക്കലായിട്ട് തന്നെ ചിത്രീകരിക്കാതെ വിടുമ്പോൾ ഒരു കാർട്ടൂണിസ്റ്റിനോട് ഡോൺ സ്പെയർ മീ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും നമ്മുടെ നാട്ടിലാണ് ജീവിച്ചിരുന്നത്. ആ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു. ആ കാർട്ടൂണിൻ്റെ ലക്ഷ്മണായിരുന്നു. ആ കാർട്ടൂൺ ശങ്കറായിരുന്നു. ആ കാർട്ടൂൺ നടത്തിയിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശങ്കേഴ്സ് വീക്ക്ലിയിൽ അങ്ങനെ ഒരു കാർട്ടൂൺ വരാതിരുന്നപ്പോൾ കാർട്ടൂണിസ്റ്റിനെ വിളിച്ച് ഡോൺ സ്പെയർ മീ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പ്രധാനമന്ത്രിയായ നാട്ടിലാണ് തന്നെ പരിഹസിച്ച് വീഡിയോ ഇറക്കിയതിന് കേസെടുത്തിരിക്കുന്ന ഒരു നാടായിട്ട് ഇത് മാറുന്നത്. മാറ്റമേ